അവിടെ ഡൽഹിയിൽ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയുടെ വാതിലുകൾ അടഞ്ഞു കിടക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂർ 3 ആവുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ തീരുമാന പ്രഖ്യാപനം ഉണ്ടാവുന്നില്ലെന്ന് മാത്രമല്ല, അവിടെ ഇപ്പോഴും ഏതെങ്കിലും തരത്തിലൊരു ഒരു കൺസെൻസസിലെ അനുനയത്തിലേക്ക് എത്താനും കഴിയുന്നില്ല. അവിടെ കൊണ്ടുപിടിച്ച് ചർച്ച നടക്കുമ്പോൾ വോട്ട് ചെയ്ത ജനങ്ങൾ കൂടി ചില കാര്യങ്ങൾ പറയാനുണ്ടാവുമല്ലോ. എന്താണ് അവർക്ക് പറയാനുള്ളത്? ഒരുപാട് സീറ്റിന്റെ ഭൂരിപക്ഷം കിട്ടിയിട്ടും ഒരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നില്ല. അത് ജനങ്ങളുടെ ഇടയിൽ ഭയങ്കര പ്രതിഷേധം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഭൂരിപക്ഷം കിട്ടിയിട്ട് ഇങ്ങനെ കളിക്കുന്നതിൽ വിഷമമുണ്ട്. കാരണം 105 സീറ്റ് എന്ന് പറയുന്നത് വലിയൊരു കിട്ടൽ തന്നെയാണ്. പക്ഷെ അത് എന്നിട്ട് ഇങ്ങനെ ഇത്രയും ഒരാഴ്ചയായിട്ട് ഇങ്ങനെ ആളെ തിരഞ്ഞെടുത്തില്ല എന്ന് പറയുമ്പോൾ ചെറിയൊരു വിഷമം പോലെ ഉണ്ട്. കാരണം എന്താ ചെയ്യുക, തെരുവിലേക്ക് ഇറങ്ങേണ്ട കാര്യമൊന്നുമില്ല, തീർക്കേണ്ടതാണ്. പക്ഷേ ഇത് ക്ഷീണം തന്നെയാണത്. ജനങ്ങൾ തെരഞ്ഞെടുത്ത കുറേ MLA-മാരുണ്ട്. ഈ MLA-മാരിൽ നിന്നാണ് ശരിയായിട്ടൊരു മുഖ്യമന്ത്രി വരേണ്ടത്. അടിയുടെ ആവശ്യമില്ല, അവരത് അറിഞ്ഞ് ചെയ്യേണ്ടതാണ്. അതാണ് അതിൻ്റെ നല്ലത്. അവർ ചെയ്യണം. മാന്യത അവർ മാനിക്കണ്ടേ, ജനത്തെ മാനിക്കണ്ടായോ? അതാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ജനങ്ങളാണ് മടയരായിരിക്കണം. ഇവരെ ജയിപ്പിച്ചു വിട്ടാവുണ്ടോ? ഇതുപോലെ കരുണാകരൻ സാറ് ഇരുന്നപ്പോഴും നമ്മളിവിടെ ഉണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി സാറ് പഠിച്ചു, ആന്റണി സാറ് പഠിച്ചപ്പോഴും എല്ലാം നമ്മളിവിടെ വന്നിട്ട് 54 കൊല്ലം ഞാൻ ഇവിടെ വന്നിട്ട് ഇതുപോലെ എല്ലാവരെയും കണ്ട് അതൊന്നും ഇത്ര ഇതില്ലായിരുന്നു. കോൺഗ്രസ് എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ, അവർ ഒരുമിച്ച് കയറി പോകുന്നുള്ളൂ, കുഴപ്പമൊന്നുമില്ല. മറ്റേത് ഏകാധിപത്യം അവിടെ അങ്ങനെ ഇരിക്കുന്നു. ഇത് പിന്നെ വേറെ പ്രശ്നമില്ല, അത്രേ ഉള്ളൂ. അത് അവർ ഏറ്റവും നല്ല നേതാവിന്റെ ഫ്ലക്സിൽ അവർ അടിച്ചു കയറിയ ഉമ്മൻചാണ്ടി സാറിന്റെ. അപ്പൊ അവര് കോൺഗ്രസ്സുകാരല്ലല്ലോ. അതൊക്കെ കോൺഗ്രസ് പാർട്ടിയല്ലേ, സ്വാതന്ത്ര്യം ഉള്ളപ്പോഴത്തെ കൂടുതൽ ഇതേ പ്രശ്നം ഉണ്ടാവും. അത് മാത്രമേ പറയാവുള്ളൂ. അല്ല, അത് നാണക്കേട് വരെ അതൊരു ഏകാധിപത്യ പാർട്ടിയല്ലല്ലോ, അത് ജനാധിപത്യ പാർട്ടിയാണ്. അത് അവർ ഹൈക്കമാൻഡ് തീരുമാനിച്ച് അത് ഉടനെ തന്നെ അതിന് നടപടി എടുക്കും. അല്ലാതെ ഒരാൾ ഒറ്റയ്ക്ക് തീരുമാനിക്കുന്നതല്ല. പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ ഒരു മുഖ്യമന്ത്രി എല്ലാവരും കൂടെ തിരഞ്ഞെടുക്കുക. പിന്നെ വലിയ നാണക്കേട്, ഇത്രയും ഭൂരിപക്ഷത്തിൽ ജയിച്ചിട്ട് നാണക്കേട് തന്നെ. അല്ല, അത് കോൺഗ്രസിന്റെ എല്ലാ കാലത്തും ഉള്ളതല്ലേ, അതിപ്പോഴും നടക്കണമെന്ന് മാത്രം. ആ തല്ലെന്നെയാണ് ഈ 10 കൊല്ലം ഭരണം കിട്ടാതെ പോയത്. ഇത് വളരെ മോശമായത്, ആളുകൾക്ക് മടുത്തു. ഇന്ന് ഒരുപാട് കമന്റ്സ് കണ്ടു, നമ്മൾ ജയിപ്പിക്കുന്നതിനേക്കാളും തോൽപ്പിക്കലായിരുന്നു നല്ലത് എന്ന് പറയേണ്ട സ്ഥിതിയിൽ ജനങ്ങൾക്കിനെത്തി. വോട്ട് ചെയ്ത ആളുകൾ തന്നെ പറഞ്ഞു തുടങ്ങി. അങ്ങനെ ബഹളം കൂട്ടേണ്ട കാര്യമില്ല. അതൊക്കെ ഓരോ ആളുകൾ PR വർക്കിന്റെ ഭാഗമായിട്ട് നടത്തുന്ന പരിപാടിയല്ലാതെ വേറെ എന്താ ഉള്ളത്? അത് ജനങ്ങളെ വോട്ട് കൊടുത്തോനും ബോളന്മാരെന്നാണ് ഞാൻ പറയുന്നത്. കോൺഗ്രസ് ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. ഒരു പാർട്ടി ഇങ്ങനെ ഒരു ഇലക്ഷൻ നിൽക്കുമ്പം അവർക്കൊരു ഒത്തൊരുമ വേണ്ടേ. അപ്പോൾ അവർ തമ്മിൽ ഇതിപ്പം അവർ തമ്മിൽ കൂട്ടത്തർക്കം നടക്കണ പോലെ എനിക്ക് ഫീൽ ചെയ്യണം. അതൊരു യൂണിറ്റി ഇല്ലല്ലോ. ഇതിനു മുമ്പ് അങ്ങനെ നടന്നു വെച്ചാൽ കേരളത്തിന്റെ ചരിത്രത്തിൽ അങ്ങനെ നടന്നിട്ടില്ല. ഇതൊരു പുതിയ പ്രതിഭാസമാണ്. നിലമ്പൂരിലും VD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രകടനം നടക്കുകയാണ് ഇപ്പോൾ. നിലമ്പൂർ മുനിസിപ്പൽ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ഷിബു പാടിക്കുന്ന് അടക്കമുള്ളവരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പ്രകടനം. അവിടുന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഏതെങ്കിലും തരത്തിൽ ഈ പറയുന്ന KPCC അച്ചടക്കത്തിന്റെ വാളോങ്ങിയാലും പുറത്താക്കി നോട്ടീസ് കൊടുത്താലും ഒന്നും അത് പ്രാദേശിക നേതാക്കളൊന്നും അത് അംഗീകരിക്കുന്നില്ല. അവരിപ്പോഴും തെരുവിൽ തന്നെയാണ് പല സ്ഥലങ്ങളിലും. ഡൽഹിയിൽ അതേസമയം മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ ആ ചർച്ച തുടരുകയാണ്. ഇപ്പോൾ ഏതാണ്ട് 3 മണിക്കൂറിലേക്ക് കടക്കുകയാണ്. 3-ാം മണിക്കൂറിലും മൂന്നിലൊരാളെ കണ്ടെത്തുന്നതിന് ഇനിയും കോൺഗ്രസ് നേതൃത്വത്തിന് കഴിഞ്ഞിട്ടുമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.